ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ, ധാരാളം ഇൽമിന്റെ സദസ്സ്, ആ സദസ്സിൽ നിങ്ങൾ പോയി ദയിക്കട, വഅദ് കേൾക്കട, ക്ലാസ് കേൾക്കട, നസീഹത്ത് കേൾക്കട. മോണിറ്റർ ബേസ് കട്ടാക്കിയ ഡിലേ തല്ലോ. ധാരാളം ഇൽമിന്റെ സദസ്സിൽ നിങ്ങൾ പോയി വെച്ച് വഅദ് കേൾക്കട. ഏത് വിഷയത്തെ ബഗ്ഗയും ദച്ച് ദൈപ്പിലെ ഞങ്ങളെ മൊബൈലിലെ വഅദ് കേൾക്കണ സൗകര്യമുണ്ട്. പഴയ കാലം പോലെ പഴയ കാലത്ത് ഈ സദസ്സുള്ള ഹിരിയ ആളുമാരൊട്ടിക കേട്ടെങ്കിലേ കൊന്താവും. തിരി പിടിച്ചിട്ട് തീ കത്തുപാട്ടിട്ട് കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് ഇൽമിന്റെ സദസ്സിൽ പോയി വെച്ചോണ്ടിരുന്നത്. അഥവാ അണ്ട് നടന്നുകൊണ്ടിരുന്ന കനിക്കത്തെ വഅദാണെങ്കിലും ഓരോ മഹൽ കേന്ദ്രീകരിച്ച് നടക്കര കനിക്കത്തെ വഅദ് ചൊല്ലുക വേണ്ട ആലിമീങ്ങൾ 30 നാള് 40 നാളല്ല വഅദ് ചൊന്നോണ്ടിരുന്ന കനിക്കത്തെ കാലയിന് 30 നാള് 40 നാള് വഅദ് ചൊല്ലു. ഇണ്ട് പല ജാഗയിലും വഅദ് നടക്കണെങ്കിലും 30 മിനിറ്റ് വഅദ് ചൊല്ലുമ്പോഴത്തേക്ക് പിന്നെ വലിയൊരു കടലാസ് വേണ്ട. ഉസ്താദ് വഅദ് മയ്യാവും കലക്ഷൻ തുടങ്ങുന്നുണ്ട്. കാരണം വഅദ് സംഘടിപ്പിക്കുന്നതിന്റെ പല ജാഗയിലും എന്തെങ്കിലും ഒരു സാമ്പത്തികമായ ഒരു ലക്ഷ്യം വെച്ച് അത് ഖൈറായ ഉദ്ദേശം കൊണ്ടായിരിക്കും. ഞാനതിനെ വിമർശിക്കടല്ല. പക്ഷെ ഇൽമുടെ സദസ്സ്, ഇൽമുടെ മജ്ലിസ് സംഘടിപ്പിക്കുന്നത് ഇൽമു പഠിക്കുന്നതിനു വേണ്ടിയുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമായിരിക്കും. ഇൽമു കൊണ്ടിട്ട് വേറെന്തെങ്കിലും ഞങ്ങൾ നേടണു താല്പര്യപ്പെട്ടെങ്കിൽ ഇൽമു കൊണ്ടിട്ട് ഞങ്ങൾ വലിയൊരു സ്ഥാനത്തേക്ക് എത്തണം. ഇൽമു കൊണ്ടിട്ട് സമാജത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാവണം. ഇൽമു കൊണ്ടിട്ട് ആൾമാരെ സ്വാധീനിക്കണം. അഥവാ സാമ്പത്തികമായിട്ടുള്ള നല്ല ഒരു ഭദ്രത ഉണ്ടാക്കണം. ചൊല്ല ലക്ഷ്യത്തോടു കൂടെയാണെങ്കിൽ ആ ഇൽമുക്ക് ഒരു വിലയുമിക്കാൻ. ഇൽമുടെ കുറച്ച് കൊണ്ടല്ല, നല്ല ശുദ്ധത്തെ നെയ് നിങ്ങൾ നോക്കോറൂല. നെയ് ബെടക്കൈത്ത് കണ്ട് ചൊല്ലെങ്കിൽ നെയ്യുടെ ಬಗ್ಗೆ അറിഞ്ഞ ഒരാള് ചൊല്ലേ നെയ്യുടെ തപ്പ് കൊണ്ടല്ല, നെയ്യിട്ട് വെച്ച എട സമയമില്ലാത്തത് കൊണ്ടിട്ടുണ്ട്. നെയ്യിട്ട് വെച്ച എട അത് സമയുന്നില്ലെങ്കിൽ, അത് കേടായിട്ടുണ്ടെങ്കിൽ അത് കിട്ട് വെച്ച നെയ്യ് ബെടക്കാവും. അല്ലെങ്കിൽ നെയ്യ് എത്ര കാലം സൂക്ഷിച്ചു വയ്ക്കണോ അവിടെ എട നല്ലതാണെങ്കിൽ. ഏതുമാവട്ടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇൽമുടെ സദസ്സർ അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഇസ്ലാം ഇണ്ട് പല ജാഗിലും വിമർശിക്കപ്പെട്ടതും പല തരത്തിലുള്ള മുസീബത്തുകൾ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ളതും ഓരോ സദസ്സിലും ബഹുമാനപ്പെട്ട മൂസാ ദാരിമി ഉസ്താദിന്റെ ദുആത്ത് നിങ്ങൾ കേട്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൊന്തായിട്ട് ദുരിതങ്ങൾക്കും ദുഃഖത്തിലും അകപ്പെട്ടുപോയ കനിക്കത്തെ മുസ്ലിമീങ്ങൾ, അന്യായത്തും ദൗർജന്യത്തും മുളകായ കനിക്കത്തെ മുസ്ലിമീങ്ങൾ, ന്യായ നിരാകരനായോണ്ടുള്ള കനിക്കത്തെ മുസ്ലിമീങ്ങളും അങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് അഥവാ ഇസ്ലാമുടെയും മുസ്ലിമീങ്ങളെ ശത്രുക്കൾക്കെതിരായിട്ട് ദ്വാരഞ്ഞത്. അങ്ങനെ ദൂരക്കിടെ കനിക്കത്തെ ഒരു അനിവാര്യമായ സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളത്. ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോഴാണ് മഹാന്മാരായ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരുടെ സ്ഥാനവും അങ്ങനെ വിലയും നിങ്ങൾക്ക് മനസ്സിലാക്കണകാവും. മഹാന്മാരായ സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാർ, അള്ളാഹുടെ ഇഷ്ടദാസന്മാർ, അള്ളാഹുടെ സ്നേഹിച്ച ആൾമാർ, അള്ളാഹു തിരിച്ചിട്ടും അങ്ങനെ സ്നേഹിച്ച കനിക്കത്തെ ആൾമാർ, ആ ഔലിയാക്കന്മാർ ആ സ്ഥാനത്ത് എത്തുന്നുകൊള്ള കാരണം ഇസ്ലാമുടെ പൂർണ്ണമായ രൂപത്തെ അങ്ങ് പിൻപറ്റി ജീവിച്ചാറ് ചൊല്ലേതാണ്. ഇസ്ലാമുടെ പൂർണ്ണമായിട്ടും അങ്ങനെ ജീവനത്തിൽ അളവടിച്ചിട്ട് അങ്ങ് ജീവനം നടത്തിയ, സമ്പൂർണമായിട്ടും തഖ്വയോടെ ജീവിച്ചാറ്. അങ്ങനെ വസ്ത്രമേ തഖ്വയായിട്ട് ബലിയാസരന്റെ സാധാരണ ഞങ്ങൾ ഓതിര ചില ഖുതുബത്തുൽ ചൊല്ലു, നിങ്ങ തഖ്വത്തെ വസ്ത്രം ധരിക്കോറുണ്ട്, തഖ്വ ചൊല്ലുന്ന വസ്ത്രമായിട്ട് ധരിക്കോറുണ്ട്. തഖ്വ ചൊന്നെങ്കിൽ ഇംതിസാലുൽ അവാമിരി വജിതിനാബുൻ നവാഹി, അല്ലാഹ് കൽപ്പിച്ച, ഇസ്ലാം കൽപ്പിച്ച എല്ലാ കാര്യത്തെ പാലനാക്കരുത്, വിരോധിച്ച് എതിർക്കപ്പെട്ട എല്ലാ കാര്യത്തിൽ നിന്നിട്ടും ഞങ്ങൾ ദൂരാവിടരുത്. അത് എത്ര ഞങ്ങളെ ജീവനത്തിലുണ്ട് അത്ര ഞങ്ങൾക്ക് തഖ്വ കൊണ്ടുണ്ടാകും.
ഇസ്ലാം ചൊന്ന വിഷയത്തെ എത്ര പാലന ആക്കട നങ്ങ വിരോധിച്ച എത്ര നിന്നിട്ട് നങ്ങ ദൂരായി നിക്കട അത്തര തക്കുവ ഉണ്ടു. ഇത് ചൊല്ലുമ്പോ നാനടക്കമുള്ള ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആലോചന ആക്കുക നക്ക് എത്ര തക്കുവ ഉണ്ടു. ഇസ്ലാം ചൊന്ന കാര്യത്തിൽ നക്ക് എത്ര ആത്മാർത്ഥതയുണ്ട്. ആത്മാർത്ഥമായിട്ട് നാണ് ഇതിനെ പ്രവർത്തിച്ചുകൊണ്ടുള്ള എന്റെ ജീവനത്തിൽ അളവടിച്ചിട്ടുള്ള. സുബ്ഹാനല്ലാ, ഇന്നത്തെ ദുരദൃഷ്ട എന്തിനെ ചൊന്നെങ്കിൽ ഏത് വിഷയത്തെ ചൊന്നെങ്കിലും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിഷയത്തെ ചൊന്നെങ്കിലും ഉസ്താദെ അതെല്ലാം ഇന്നത്തെ കാലത്തിൽ ചൊന്ന് നടക്കുവാണ്ട് കേക്കടക്ക് എനിക്ക് ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നീങ്ങിര അതെല്ലാം ഇണ്ട് ചൊന്നെങ്കിൽ നടക്കുക. അതെല്ലാം ഇപ്പല്ല അതെല്ലാം നോക്കുപോയെങ്കിൽ അവിടെ. അപ്പൊ അതിനർത്ഥം ഇസ്ലാമിന്റെ സുന്ദരമായ ആ ശൈലി അടിസ്ഥാനപരമായ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവനെ എങ്ങനെ ഇക്കണു ആ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങൾ മാറി രാജുകളുടെ കണക്കത്തെ ഉറപ്പ് ഞങ്ങൾ കൊണ്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കേൾക്കരുത് അതല്ല ഇണ്ടല്ല അതെല്ലാം നോക്കുപോയെങ്കിൽ അവിടെ ഇണ്ടല്ലത് സാധ്യ അവിടെ. അതിനർത്ഥം പൂർണ്ണമായ ഒരു മുസ്ലിമായിട്ട് ഞങ്ങൾ ഇണ്ട് ജീവിക്കണക്ക് പോയെങ്കിൽ ആ വാണ്ട് അതിലർത്ഥം ശരിക്കും ആലോചന ആക്കുന്ന ചൊല്ല വിഷയം ഗൗരവത്തിലെടുക്കണ വിഷയം. ഇന്ന് ഞങ്ങൾ സമത്വ ഒരു മുസ്ലിമായിട്ട് ജീവനാക്കുക പോയെങ്കിൽ ആവിടാണ്ടാണ് ഈ ഭാഷയുടെ അർത്ഥം. ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അതിലെ ഉള്ള വിഷയ ആശയം എങ്ങനെ. ഉദാഹരണക്ക് ബഡ്ഡിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയത്തെ ചൊല്ലുമ്പോ അതല്ല ഇണ്ട് നോക്കോ ലോൺ അതിന്റെ വിഷയം അതല്ല ഇണ്ടല്ല അങ്ങനെയല്ല നോക്കോ പോയെങ്കിൽ അവിടെ. ഒരു ഉദാഹരണം മാത്രം, ചെറിയൊരു ഉദാഹരണം. ഇങ്ങനെ ഏത് വിഷയവും എടുത്തു നോക്കണമെങ്കിലും ഇസ്ലാം ചൊന്ന രൂപത്തിൽ നങ്ങയില്ല. തഖ്വ ചൊന്നെങ്കിൽ അല്ലാഹു കൽപ്പിച്ച രൂപത്തിൽ നങ്ങയില്ല. തഖ്വത്തിൽ നങ്ങയില്ല. അല്ലാഹു വിരോധിച്ച കാര്യത്തിൽ നിന്ന് ഞങ്ങൾ വിരോധിച്ചിട്ടുമില്ല. ചില സമയത്തിലല്ല മരണപ്പെട്ടു പോയ കനിക്കത്തെ ഔത്തുലു മർച്ചൗത്തുലു തഖ്വ കാണുക സാധ്യമായോണ്ടി. തഖ്വ ചൊന്നെങ്കിൽ തഖ്വ ചൊല്ലുമ്പോഴത്തേക്ക് എന്നിങ്ങനെ കൽബുക പറഞ്ഞു ഇസ്ലാം പഠിപ്പാട്ടിയ കനിക്കത്തെ കാര്യങ്ങൾ ഇസ്ലാം വിരോധിച്ച കനിക്കത്തെ കാര്യത്തിൽ നിന്നിട്ട് ദൂരാവിടെ ചൊല്ലു. അതാണ് തഖ്വ. മർച്ചൗത്തുൽ തഖ്വ കണ്ടോ ഇന്ന്, അതായത് ഇസ്ലാം പഠിപ്പാട്ടിയ രൂപത്തിലുള്ള കനിക്കത്തെ പ്രവർത്തനങ്ങളെല്ലാം ആ മർച്ചൗത്തുൽ കണ്ടോണ്ടിന്ത് ഇസ്ലാം വിരോധിച്ച കാര്യത്തിൽ നിന്ന് ദൂരായി നിൽക്കുന്നതും മർച്ചൗത്തുൽ കണ്ടോണ്ടിന്ത്. ഇണ്ട് മർച്ചൗത്തുൽ പോലും അത് നഷ്ടപ്പെട്ടു പോയിട്ട് ചൊല്ലത് ഖേദകരമാണ്. ഇണ്ട് മരണത്തിൽ മൗത്തുല് ഞങ്ങൾക്ക് പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യനിಗೆ ഏറ്റവും വലിയ പാടെന്തര ಗೊಂತುಂಡ വലിയ ഉറുതി എന്തര ಗೊಂತುಂಡ മൗത്തു ചൊല്ലത് മരണ ചൊല്ലത്. പഴയ കാലത്തിൽ നിങ്ങൾ നോക്കൂ, ഒരു റായത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയെങ്കിൽ ഇടീ റായത്തിಗೆ ചിലപ്പോൾ ബേജാരിക്കൂ, ആ ഇടീ റായമേ ഒന്ന് സ്തംഭിച്ചു പോകും. അതും അകാലമായ ഒരു മരണാണെങ്കിൽ, അനിരീക്ഷിതമായ കനിക്കത്തെ ഒരു മരണാണെങ്കിൽ ഇടീ റായത്തമേ ദുഃഖത്തിലാക്കരുത്. ആക്സിഡന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ബാലകാരൻ മരണപ്പെട്ടു പോകണ്ടേ, ചെറിയ വയസ്സിലെ ഒരാൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ടു പോകണ്ടേ, അഥവാ ക്യാൻസർ പോലത്തെ ഒരു രോഗം ബാധിച്ചിട്ട് ഒരാൾ മരണപ്പെട്ടു പോകണ്ടേ ചൊല്ലത് ആ കുടുംബത്തും ആ നിരക്ക് ആ ഔത്തുല് മാത്രല്ല ഇടീ റായത്തിലെ ഒരു വലിയ ഒരു ദുഃഖത്തിന് അത് കാരണമായോണ്ടി. സുബ്ഹാനല്ലാ, എത്രത്തോളം ഇതിന്റെ ബദലാവനയിത്ത് ചൊന്നെങ്കിൽ സ്വന്തം നിരല് മറിച്ചെങ്കിൽ പോലും അതിനപ്പുറത്തെമാ അതിന് ഇപ്പുറത്തെമാ ഔത്തുലു ടി വി വെച്ചിട്ട് ഈ മയ്യത്തെടുക്കലേക്ക് മുന്നുള്ള മയ്യത്ത് അവിടേക്കുമ്പോഴത്തേക്ക് ടി വി നോക്കിക്കൊണ്ടിരിക്കട്ടെ എനിക്കെത്തി സാഹചര്യത്തുക്ക് പോലും ഞങ്ങൾ എത്തിരാ ചൊന്നെങ്കിൽ അത് തപ്പാവാല വെറുതെ കാവാല. കാരണം മരണം ഞങ്ങൾക്ക് പേടിയില്ല, മരണത്തിൽ ഞങ്ങൾക്ക് പാടയില്ല. വലിയ വലിയ മഹാന്മാർ അങ്ങ് വഅദ് കേൾക്കണു, വഅദ് ജീവനത്തിൽ ബദലാവണ ഉണ്ടാവണക്ക് വേണ്ടി വഅദ് കേൾക്കണു ആവശ്യപ്പെട്ടപ്പോ അങ്ങനത്തെ മഹാന്മാർ ചൊന്നു കൊടുത്തേ വഅദ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബദലാവണ ആവണകുള്ള കനിക്കത്തെ മനസ്സുള്ളത് നേരാണെങ്കിൽ മരണത്തെ ಬಗ್ಗೆ ചിന്തിച്ചങ്ങ് മയ്യാവും, മരിപ്പുടെ ചിന്തനാക്കിയ മയ്യാവും. ഇണ്ട് മർച്ചവ ചൊല്ലുമ്പോഴത്തേക്കു ചില സമയത്തിലുള്ള സുബ്ഹാനല്ലാ അത് മർച്ചവമാ അല്ലെങ്കിൽ ഒരു മൊയിലാഞ്ചി പോലത്തെ ദഅവത്തെല്ലാം നടക്കര അവ മാണ്ടു പോലും തപ്പു കൽപ്പന കൊളകാവിടെ കനിക്കത്തെ രൂപത്തിലായിട്ട് ആൾമാരെ പ്രവർത്തനമല്ല. ഒരു ഉദാഹരണക്ക് ചൊല്ലെ മരിച്ച മനുഷ്യന്റെ ആണായെങ്കിലും പെണ്ണായെങ്കിലും മയ്യത്തിനെ വിദേശത്തുള്ള ആളുമാർക്ക് വീഡിയോ കോൾ ആക്കിയിട്ട് കാട്ടര കനിക്കത്തെ ഒരു സമ്പ്രദായമല്ല ചില ജാഗയിൽ കണ്ടുകൊണ്ട്. അത് സരിയ തപ്പ ഹറാമ ഹലാല പിന്നെ ആലോചന. പക്ഷെ ഒരു മയ്യത്തിനെ ഇങ്ങനെ കാട്ട അല്ലേ
മർച്ചൗത്തുലു മയ്യത്തരമൊന്നുള്ളൂ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കട. മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി വന്ന ആളുമാരെല്ലാരും ദ്വാരനോയിക്കട. മർച്ചകൻകെത്തെ ആ മയ്യത്തുള്ള ഔത്തര ആളുമാരെ തഅസിയത്ത് സാന്ത്വനിപ്പിച്ചുകൊണ്ടുള്ളാറ്, സമാധാനിപ്പിച്ചുകൊണ്ടുള്ളാറ്. ഒരു ഭാഗത്തിൽ സുബ്ഹാനല്ലാഹ് മൊബൈലിൽ വീഡിയോ കോൾ ആക്കിയിട്ട് ഇങ്ങനെ മയ്യത്തിരെ കാട്ടല് കണ്ടെത്തല സമാ നോക്കിതാ കണ്ടെത്തല്ലേ മയ്യത്തിരെ ആരും വീരിക്കൊണ്ട് പുതിയ പെണ്ണിടമ്മ അല്ലെങ്കിൽ മങ്ങിലത്തേക്ക് കായത്തേക്ക് റെഡിയായി നിന്റെ ഒരു പുതിയാപ്പിടമ്മ ഇത് കാട്ടരമ്മ മീത്തോണ്ട് വീർച്ചു പോവാ. നിങ്ങൾ നോക്കൊരു 3 രൂപ 40 രൂപ പോലത്തത് നടക്കുമ്പോ എല്ലാ ആളുമാരും തെച്ചിട്ട് അവിടെ ദിക്റ് ചൊല്ലെ യാസീനോദിരെ ദൂറക്കിടെ നല്ല ആലിമീങ്ങളും സയ്യിദന്മാരും അഹ്ലു ബൈത്തിൽ പെട്ട ആളുമാർ ദൂരം നോട്ടിക്കട. ആ ദുആ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിക്ക് സാക്ഷിയായ നൂറുകണക്കിലുള്ള മുഅ്മിനീങ്ങൾ ആമീൻ ചൊന്നുകൊണ്ടിരിക്കുമ്പോ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ആളുമാർ ചിലപ്പോ മൊബൈൽ പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ആക്കിയോണ്ടും ഒരു കൈയിൽ മാത്രം ആമീൻ ചൊന്നിട്ടു. ആമീനിലെ ശ്രദ്ധ എന്തും ഇല്ല, ഒരേ കൈ ഫോട്ടോ എടുത്തോണ്ട് വീഡിയോ ആക്കിക്കൊണ്ടിരിക്കടാർ. എന്തേ? ബാപ്പയുടെ 3 ഋതുവത്തെ സ്റ്റേറ്റസിൽ വെക്കോ വേണ്ടിട്ട്, ബാപ്പയുടെ 40 ഋതുവത്തെ സ്റ്റേറ്റസിൽ വെക്കണോ വേണ്ടിട്ട് നല്ല ഗൗജില് മാഷാ അല്ലാഹ് ബാപ്പയുടെ 3 ഋതുവാക്കി രണ്ട് കുടുംബത്തെ ആളുമാരിൽ നിന്നിട്ട് ഒരു അപ്രിഷിയേറ്റ് ആക്കരൊക്കെ എനിക്ക് ഒരു കാര്യം അവിടെ ഉണ്ടാവണം. ഭാര്യ ഗൗജില് 40 ഋതുവാക്കി പാട്ടിയ ബാബ മാഷാ അല്ലാഹ്, അയാൾ വലിയ നസീബുകാരൻ. ഏത് നസീബ്? സ്വന്തം ബാപ്പയുടെ മയ്യത്ത് ആഖിറത്തിൽ തണല് കിട്ടണക്ക് വേണ്ടി നൂറുകണക്കിലുള്ള മുഅ്മിനീങ്ങൾ ആമീൻ ചൊല്ല സദസ്സിലെ മഹാന്മാരായ ആലിമീങ്ങളും സയ്യിദന്മാർ ദൂരക്കുമ്പത്തുകൂ നല്ല നേരെ അള്ളാഹു സ്വീകരിക്കുന്ന നിലക്കൊരു ആമീൻ പോലും ചൊല്ലണു നസീബില്ലാത്ത കനക്കത്തെ മോന്റെ ബഗ്ഗെ ചൊല്ലേ മാഷാ അല്ലാഹ്. ആ മരിച്ച ബാബ അയാൾ വലിയ നസീബുകാര ബാബ, ഭാര്യ ഗൗജിൽ 3 ഋതുവാക്കിയ. അപ്പൊ ഇതുപോലത്തെ നിസാരമായ സംഗതിയിട്ടാണ് നിങ്ങൾ ബീരിക്കട. ഇതെല്ലാം ചെറിയ വിഷയമല്ലേ, സിമ്പിൾ വിഷയമല്ല, അതിലെല്ലാം ഇപ്പൊ എന്തിരാവണ കൊണ്ട് ഒരേ ഒരു വിഷയത്തെ നിസാരമായിട്ട് കാണുക തീരാണ്. ഇസ്ലാം വലിയ തഖ്വത്തിൽ അടിസ്ഥാനപരമായിട്ടും തഖ്വ കൊണ്ട് ജീവിക്കൊണ്ടു പ്രേരണ തന്നെ കനിക്കത്തെ ഒരു ധർമ്മം. അത് എത്ര ചെറിയ വിഷയാണെങ്കിലും എത്ര വലിയ വിഷയാണെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഗൗരവം. അതാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ. അങ്ങനെ ജീവനെടുത്ത് നോക്കുമ്പോൾ അങ്ങ് അല്ലാഹു പൊരുത്തപ്പെട്ട തരത്തിൽ അല്ലാണ്ട്, അല്ലാഹു ഇഷ്ടപ്പെട്ട തരത്തിൽ അല്ലാണ്ട് അങ്ങനെ ജീവനത്തെ ഏത് ഭാഗവും ഇല്ല. ഏത് വിഷയവും ഞങ്ങൾക്ക് വേണമെങ്കിൽ ചില വിഷയത്തിൽ തഖ്വയ്ക്ക് പള്ളിക്ക് പറയുമ്പോൾ നിസ്കരിക്കുമ്പോൾ നല്ല ശ്രദ്ധ, മഹാന്മാരെ ദർഗ സിയാറത്താക്കണക്ക് പറയുമ്പോൾ നല്ല ശ്രദ്ധ. അതേ നല്ല ശ്രദ്ധയുള്ള നല്ല മുഅ്മിനീങ്ങൾ അങ്ങനെ ഔത്തുൽമീത്തർ മങ്ങിലാമ്പത്തുകൂ സുബ്ഹാനല്ലാഹ്. അവിടെ പോയ ആളുമാർക്ക് പോലും ചിലപ്പോൾ നാണക്കേട് അവിടെ കനിക്കത്തെ പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കും. പാട്ടും ബൊബ്ബം മറബായും ഓർമ്മത്തെ ഔറത്ത് കാട്ടി നടക്കുന്ന കനിക്കത്തെ പ്രക്രിയ എല്ലാ വിഷയത്തിലും ഇസ്ലാമിന്റെ ആശയത്തിന് എതിരാവിടെ കനിക്കത്തെ ഒരു ജാഗില് റഹ്മത്തെ ഇല്ലാണ്ട് അവിടെ ഉണ്ടാണ്. അതല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും സ്വഹാബത്തുൽ സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആക്ക് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ വഫീ യമനിനാ, അല്ലാഹുവേ ഷാമിലും യമനിലും നീ ബർക്കത്ത് ചെയ്യണം. രണ്ട് രാജ്യത്തെ പേരെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു പടച്ചവനെ ഈ രായത്തിൽ നീ ബർക്കത്ത് ചെയ്യണം. ആ രായത്തിൽ ബർക്കത്ത് ചെയ്യണക്ക് വേണ്ടി ദൂരക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദൂരക്കുമ്പോ സ്വാഭാവികമായിട്ടും ആ രായത്തെ അല്ലാത്ത ആളുമാറും കൊതിച്ചു പോണ്ടത് ഞങ്ങളുടെ രായത്തിലും ബർക്കത്തുക്ക് വേണ്ടി ദൂരക്കോറും നബിയെ ചൊല്ലത് സ്വാഭാവികം. സ്വഹാബത്തിൽ ആരോ ചൊന്നാറ് വഫീ നജീദിനാ യാ റസൂലല്ലാഹ്, നബിയെ നജീദിലും ബർക്കത്തുക്ക് വേണ്ടി ദൂരക്കോറും നബിയെ, നജീദ് ചൊല്ല രായത്തിലും ബർക്കത്തുണ്ടാവണക്ക് വേണ്ടി ദൂരക്കോറും നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദലേ ദുആക്കിട് അല്ലാഹുവേ ഷാമിലും യമനിലും നീ ബർക്കത്ത് ചെയ്യണം റബ്ബേ. ബദലാ സ്വഹാബികൾ ചൊല്ലേ നബിയെ നജീദിലും ബർക്കത്തുണ്ടാവണക്ക് വേണ്ടി ദുആക്കോറു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും ദുആക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും അങ്ങനെ ദുആന്നല്ല, ബദലേ അല്ലാഹുവിന്റെ പിന്നെയും ആ സ്വഹാബിങ്ങ യാ റസൂലല്ലാഹ് വഫീ നജിദിനാ യാ റസൂലല്ലാഹ് സ്പീഡായി
വഫീ നജിദിനാ യാ റസൂലല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക അല്ലാഹുവിന്റെ റസൂല സദസ്സിലെ സ്വഹാബത്തൊട്ടിക ശാമിലും യമനിലും ബറക്കത്തുക്ക് വേണ്ടി ദുവറക്കുമ്പത്തു നജിദ് ഷുള്ള റായത്തിലും ബറക്കത്തുക്ക് വേണ്ടി ദുവറക്കോരു നബിയെ ചൊല്ലുമ്പത്തു അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും ആവർത്തിച്ച് ദുവറക്കുമ്പത്തു നജിദ് ഷുള്ള റായത്ത് അല്ലാഹുവിന്റെ റസൂൽ ദുവറക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒട്ടിക പിന്നെയും സ്വഹാബിക ആവശ്യപ്പെടുമ്പത്തു അല്ലാഹുവിന്റെ റസൂൽ ആ റായത്തിൽ ബറക്കത്തുക്ക് വേണ്ടി ദുവറക്കില്ല. എന്നിട്ട് അവസാനം അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലോട് ഹുനാക സലാസിലു വൽ ഫിത്നു വബിഹാ യതുലു ഖർനു ശൈത്താൻ. ആ നജിദ് ചൊല്ലുന്ന റായത്തിലുണ്ടല്ലോ സ്വഹാബ, അവിടെ ശൈത്താന്റെ കൊമ്പ് പൊട്ടിട്ട് പുറപ്പെടുന്നുണ്ട്. എല്ലാ ഫിത്നത്തെ ഉറവിടം നജിദ് ചൊല്ലുന്ന റായമാണ്. എല്ലാ ഫിത്നത്തെയും എല്ലാ വേണ്ടാത്തവരെയും തുടക്കമാണ് നജിദ് ചൊല്ലുന്ന റായത്തില്. ശൈത്താന്റെ കൊമ്പ് പോലും പൊട്ടി പുറപ്പെട്ട റായമാണ് നജിദ് ചൊല്ലിയത്. ആ റായത്ത് അല്ലാഹുവിന്റെ റസൂൽ ബറക്കത്തുക്ക് വേണ്ടി തുറന്നില്ല. ഫിത്നയുണ്ടാവിടെ ജാഗ, അല്ലാഹ് വിരോധിച്ച കാര്യമുണ്ടാവിടെ ജാഗ, അല്ലാഹുവിന്റെ അദാബ് ഉണ്ടാവിടോ അഥവാ അല്ലാഹുവിന്റെ റഹ്മത്ത് ദൂരമാവിടൂ. അവിടെ കാറ് തുറന്നിട്ടും പിന്നെ കാര്യമില്ല. എന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങള്, ഇന്റെ അല്ലാഹു സമ്പത്ത് തന്നെ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. പഴയ കാലം പോലെയല്ലല്ലേ. പഴയ കാലത്തില് ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും പറതാടുന്ന അവസ്ഥയിലാണ് ധാരാളം കുടുംബം കഴിഞ്ഞുകൊണ്ടുള്ളത്. എത്രമാ കുടുംബത്തെ പട്ടിണി തണിക്കൊണുക പോലും സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഇല്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എങ്കിലിന്റെ അങ്ങനത്തെ അവയെല്ലാം ബദലായി പോയിട്ട് ധാരാളം സമ്പത്ത് അല്ലാഹു തന്നറാ, ധാരാളം നിഅമത്ത് അല്ലാഹു ഞങ്ങൾക്ക് തന്നറാ. പക്ഷെ അല്ലാഹു തന്ന നിഅമത്തിനെ അല്ലാഹ് പൊരുത്തപ്പെട്ട തരത്തിൽ ചെലവാക്കണുള്ള മനസ്സ് ഈമാനുള്ള മുസ്ലിമീങ്ങളില്ല. സുബ്ഹാനല്ലാഹ്, ഒരു കാര്യം ഒരു മഹിലാചുള്ള ഒരു കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ. എത്ര വലിയ പവിത്രമായ ബന്ധമാണ് നിക്കാഹ് ചൊല്ലത്, വൈവാഹിക ജീവനാ ചൊല്ലത്, ദാമ്പത്യ ജീവനത്തിൽ ഒരാൾ കടക്കടെ ചൊല്ലത്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവനത്തിൽ ഏറ്റവും വലിയ ഭദ്രതയല്ലേ. ഒരു മുസ്ലിമായ ആനുടൻ പെണ്ണുടെ ജീവനത്തിൽ ഏറ്റവും വലിയ സുരക്ഷിതമല്ലേ, ഏറ്റവും വലിയ സന്തോഷമതല്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിക്കാഹുകളുടെ പരിശുദ്ധമായ ബന്ധത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ എങ്ങനെ ചൊല്ലിയത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം ഉണ്ടാവണു. ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണ, നല്ല സുഖകരമായ സന്തോഷകരമായ ജീവിതത്തിന് കാരണ നിക്കാഹുകളുടെ പരിശുദ്ധമായ ബന്ധമാണ്. ആദം നബി അലൈഹിസ്സലാമുക്ക് പോലും അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഹവ്വാ ബീവിയുടെ ഇണരെ പടച്ചു കൊടുത്തത് ആദം നബിയുടെ സമാധാനത്തിന് വേണ്ടിയാണ്. പടച്ചോനെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോലും ആദം നബി അലൈഹിസ്സലാമുകോ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോലും ആദം നബി അലൈഹിസ്സലാമുടെ സമാധാനത്തിന് വേണ്ടി അല്ലാഹു ഒരു പെണ്ണിടെ ഇണയായി പടച്ചു കൊടുത്തുകൊണ്ട് കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ സമാധാന കുറടിയുന്നത് കൊണ്ട്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ നിഅമത്ത് കുറയുന്നത് കൊണ്ട്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എന്തെങ്കിലും ഒരു കുറച്ചമായി എന്തെങ്കിലും ഒന്ന് കുറഞ്ഞിട്ടിഞ്ഞത് കൊണ്ടിട്ടാ. പക്ഷെ ആദം നബി അലൈഹിസ്സലാം എല്ലാം സ്വർഗ്ഗത്തിൽ നിന്നിട്ട് പോലും ആദം നബി അലൈഹിസ്സലാമിന്റെ മനസ്സുകൊരു സമാധാനത്തിൽ ചെറിയ ഒരു കുറച്ചുണ്ടോ. ആദം നബി അലൈഹിസ്സലാമുക്ക് എല്ലാ നിലക്കും സന്തോഷം ഉണ്ടാക്കുക വേണ്ടിയിട്ട്, ആദം നബി അലൈഹിസ്സലാമുക്ക് വലിയ ഒരു സമാധാനത്തെ കൊടുക്കുക വേണ്ടി ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വന്തം ശരീരത്തിൽ നിന്നിട്ട് ആദം നബിയുടെ മുതല ഭാരയുടെ മുള്ളിലെ ഒന്നിനെ ഊരിട്ടെടുത്തിട്ട് ജിബ്രീലിന്റെ മുഖാന്തര അല്ലാഹു ഊറുവാട്ടിട്ട് ഹവ്വായുടെ ഒരു പെണ്ണുക്ക് ഞങ്ങളെ ഉമ്മക്ക് അല്ലാഹു ജന്മം കൊടുക്കൂ. ആദം നബി അലൈഹിസ്സലാം കണ്ണ് തുറന്നു നോക്കുമ്പോഴത്തേക്കോ വറക്ക് പിടിച്ച് ആദം നബി അലൈഹിസ്സലാമുടെ ശരീരത്തിൽ നിന്ന് ഭാരയുടെ മുള്ളിടെ ഊരിയെടുത്തിട്ട് ഹവ്വാ ബീവിക്ക് അല്ലാഹു ജന്മം കൊടുക്കൂ. ആദം നബി കണ്ണ് തുറന്നിട്ട് ഇശാറത്തായി നോക്കുമ്പോഴത്തേക്കോ നല്ല സുന്ദരമായ ഒരു രൂപം എതിരുണ്ടോ. ആ രൂപം കണ്ട് ആകർഷിച്ച ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവിനെ അല്ലാഹു ഹലാലാക്കി ഇണയാക്കി കൊടുക്കടാ. നിക്കാഹുകളുടെ പരിശുദ്ധമായ പവിത്രമായ ബന്ധമുണ്ടല്ലേ, അല്ലാഹു സ്വർഗ്ഗത്തിൽ തുടങ്ങി വെച്ചതാണ്.
അത് ദുനിയാവിൽ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈമാനുള്ളവര്. നാളെ ആഖിറത്തിൽ ബദലിയത് പുനരാവർത്തനാവണുകൊണ്ടു. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ രണ്ടാമത് ബദലിയത് പുനരാവർത്തനാവണുകൊണ്ടു. എത്രമാ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതുവരക്കും പറ്റുകൂ. എത്രമാ സ്വാലിഹീങ്ങളുടെ ദുആത്തിൽ നിങ്ങൾ കാതുകൊടുത്തില്ലേ? പടച്ചവനെ, നാളെ നിന്റെ സ്വർഗ്ഗത്തില് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരു കല്യാണത്തെ കണ്ണുകൊണ്ട് കാണുക സൗഭാഗ്യം നൽകണേ അല്ലാഹ്. എത്ര പണ്ഡിതന്മാർ ഈമാനുള്ളകളെ ഇങ്ങനെ ദുആ ചെയ്യടേ. അപ്പൊ ദുനിയാവിൽ മാത്രം മങ്ങിലാച്ചുകളുടെ ബന്ധമല്ല അല്ലാഹ് സ്വർഗ്ഗത്തിൽ തുടങ്ങി വെച്ചത് നാളെ സ്വർഗ്ഗത്തിൽ പുനരാവർത്തനാവുന്നത്. ആ പവിത്രമായ ബന്ധത്തെ സംബന്ധിച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലുടോ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അല്ലാഹുവിന്റെ വലിയ അത്ഭുതകരമായ കാര്യങ്ങള്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളില് ഈ ദുനിയാവിൽ കണ്ട വലിയ അത്ഭുതം എന്തിന് ഈമാനുള്ളകളെ ചൊല്ലോറൂല. ഒരു പക്ഷേ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും വലിയ അത്ഭുതം എന്തിനേക്ക് പറ്റുമോ? ഞങ്ങളിൽ പല ആളുമാറും താജ്മഹൽക്ക് കൈകാട്ടറാറ്, ചീനത്തെ മഹാഗോഡക കൈനീട്ടറാറ്. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ചൊല്ലിയ ചില അത്ഭുതമായ കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ചൊല്ലിയ വലിയ വലിയ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലുന്നത്. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നിന്നിട്ട്, നിങ്ങളുടെ സ്വന്തം തടിയിൽ നിന്നിട്ട് അല്ലാഹു നിങ്ങൾക്കൊരു ഇണരെ പടച്ചു തന്നത് അല്ലാഹുവിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ്. എന്ത് അല്ലാഹു അങ്ങനത്തെ ഇണരെ പടച്ചു തന്നതുകൊണ്ടുണ്ടാ നിങ്ങളുടെ ജീവനത്തിൽ വലിയ സമാധാനം ഉണ്ടാവുക വേണ്ടിയാണ്. മഹിലാജുകളുടെ പരിശുദ്ധമായ ബന്ധം ജീവനത്തിൽ വലിയ സമാധാനം ഉണ്ടാവുക വേണ്ടി. പക്ഷേ ഞങ്ങളിൽ പല ആളുമാറും ചൊല്ലുടെ ഉസ്താദേ, എല്ലാ സമാധാനം നഷ്ടപ്പെട്ടത് മങ്ങിലായാൽ പിന്നെ ജോലി നല്ല സന്തോഷത്തെ ജീവൻ അതെല്ലാം മങ്ങിലത്തിൽ പിന്നെ എന്തോ ഇല്ല. ചില ചങ്ങായിമാരെ മങ്ങിലായ ആളുമാർ ചിലപ്പോ മങ്ങിലാവാത്ത ബാച്ചിലറായിട്ട് ചൊല്ലുകൊണ്ട് അലിയ എന്തിനാ ജോലി നിങ്ങൾ മങ്ങിലത്ത് മുന്നൽ പിന്നെ അതൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ കാലി പാമ്പേഴ്സിൽ കെട്ടെടുത്ത് ഓടണം അല്ലേ? മങ്ങിലാവുന്നത് വരേക്കും മാത്രമായ ജീവനം, നെമ്മതിരെ ജീവനം. മങ്ങിലായാൽ പിന്നെ എങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ സമാധാനത്തെ ജീവനം മങ്ങിലാവലോടുകൂടിയ. അതുകൊണ്ടാണ് ആ പരിശുദ്ധമായ ബന്ധത്തെ പ്രോത്സാഹിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിൽ ചില ആൾമാർ അങ്ങനെ ജീവനത്തിൽ ഈ ഒരു ബന്ധം വേണ്ടാട്ട് വെച്ചപ്പോ മങ്ങിലാവിടെ വേണ്ട, നിക്കാഹവിടെ വേണ്ട. മങ്ങിലായത് വലിയ ബാധ്യതയല്ലേ. പിന്നെ പെഞ്ഞായിരം ബൽത്തുന്നു, മക്കളെ നോക്കണു, മക്കൾക്ക് വേണ്ടി ജീവിക്കണു, മക്കളെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കണു, മക്കളൊട്ടുകളുടെ കടമകൾ, അതല്ല വലിയ ഒരു ബാധ്യതയല്ലേ. കാലി അല്ലാഹു ഇബാദത്തായി അല്ലാഹുവെ ഇബാദത്ത് ചെയ്ത് മരിക്കോളം ജീവനം നടത്തുവാൻ ശപഥാക്കിയ കനിക്കത്തെ ചില സ്വഹാബികളെ, ആ സ്വഹാബികളൊട്ടിക്ക് പോലും താക്കീതാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്ന സ്വഹാബ അന്നികാഹു സുന്നതി ഫമൻ റഗബ അൻ സുന്നതി ഫലൈസ മിന്നി. പരിശുദ്ധമായ വൈവാഹിക ജീവനാ ചൊല്ലത് തന്റെ ചര്യയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനൊട്ടിക്ക് ചൊന്നു കൊടുക്കുന്നു, നിക്കാഹ് ചൊല്ലത് തന്റെ ചര്യയാണ്, അത് തന്റെ നടപടിയാണ്. ആ സുന്നത്തിനെ ഒരാൾ ജീവനത്തിൽ വേണ്ട ചൊന്ന് ദൂരാക്കാണ്ട് കണ്ടെങ്കില് അവള് തന്റെ സമുദായത്തിൽ പെട്ടവണല്ല, ഈമാന് പൂർണ്ണമായ ഒരു മുസ്ലിം അവണല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ യഥാർത്ഥ ഉമ്മത്തി ആവണ കൗണുക സാധ്യമില്ല.